സോഷ്യൽ മീഡിയ താരം വാഹനാപകടത്തിൽ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. മലപ്പുറം വഴിക്കടവ് സ്വദേശി ജുനൈദാണ് മരിച്ചത്. ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ശ്രദ്ധിക്കാൻ പറ, ശ്രദ്ധിക്കണം അങ്ങോട്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ വേദനാജനകമായ ഒരു വാർത്ത അറിഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയ താരം ജുനൈദ് ആക്സിഡൻ്റായി മരണപ്പെട്ടു എന്നുള്ളൊരു വിവരം അറിയാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാണും. ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ വഴി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഭയങ്കര ഒരു വേദനാജനകമായ വാർത്തയായി പോയി എന്നുള്ളതാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നോമ്പ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ചെറിയ അലിഗേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ 2 വർഷത്തോളം ഉപയോഗിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അലിഗേഷൻസൊക്കെ ഉണ്ടായിരുന്നു. എത്രത്തോളം സത്യമുണ്ട് ആ കാര്യത്തിൽ നിന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ എന്തായാലും സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. നല്ലൊരു ചെറുപ്പക്കാരൻ. എന്താ ചെയ്യുക? അദ്ദേഹത്തിൻ്റെ സമയം ചിലപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. നമ്മളൊരാളെക്കുറിച്ച് ഒന്നും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്. ഒരുപാട് അലിഗേഷൻസ് ഞാൻ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷേ അദ്ദേഹം അതിനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഇല്ലാതെ നമ്മൾ ശരിക്കും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സ് അദ്ദേഹത്തിനെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വീഡിയോസ് ചെയ്തതായിട്ടൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല, സത്യം അതൊന്നുമല്ല എന്നുള്ളത് വഴിയെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടുന്ന് റിലീസായി വന്നതിന് ശേഷം അദ്ദേഹം ഒരു ഷോപ്പിൽ ഒരു മൊബൈൽ ഷോപ്പാണെന്ന് തോന്നുന്നു, അവിടെ നിന്നൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ തരികയുണ്ടായി. ഒരു ഷോർട്സ് മോഡൽ. ഒന്നുമില്ലാതെ ഒരാളെ നമ്മൾ ക്രൂശിതനാക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നതും എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം ഈ ലോകത്തുനിന്നും യാത്രയായി. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളും നല്ല പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവാം. ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്, ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പോലീസ് പറയുന്നത് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആണ് എന്നാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മൺതിട്ടയിൽ ബൈക്ക് ഇടിച്ച് അദ്ദേഹം തെറിച്ചു വീണു ഒരു കുറ്റിക്കാട്ടിലേക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം അദ്ദേഹം കിടന്നു. മാരകമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട് തലയ്ക്ക് എന്നാണ് അറിയപ്പെടുന്നത്. നെറ്റിയുടെ ഭാഗത്തും തലയുടെ പുറകിലും നല്ല ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. നല്ല ഫ്രാക്ചറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് വാർന്ന് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിലേക്ക് കണ്ടവർ ഒരു ബസ് യാത്രക്കാരനോ ലോറി യാത്രക്കാരനോ ആണ് കണ്ടതെന്നാണ് പറയുന്നത്. അവർ കണ്ട് എടുത്തു കൊണ്ടുപോയതിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി കറക്റ്റായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലാണ് ഫൈനലായിട്ടുള്ള വിവരം അറിയുള്ളൂ. ആളുകൾ ഇപ്പോഴും പറയുന്നത് അതിൽ ദുരൂഹതയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ്. എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. നമ്മൾ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ജീവിതം ഒറ്റ സെക്കൻഡിൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. വൈരാഗ്യമോ ശത്രുതയോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് നമ്മൾ കൂട്ടുകാരും തമ്മിൽ, അല്ലെങ്കിൽ 2 പേരും തമ്മിൽ ശത്രുതയിലാണെങ്കിൽ അതെല്ലാം ഈ കുറഞ്ഞ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല ഇവിടെ നിന്നും. അദ്ദേഹം എന്ത് കാണാൻ ഭംഗിയുള്ളൊരു ചെറുപ്പക്കാരനാണെന്നറിയോ? അദ്ദേഹം ഈ ലോകത്തെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തു നിന്നും യാത്രയായി. അത്രയുള്ള മനുഷ്യൻ്റെ കാര്യം. എന്തായാലും ഈ കാര്യം അറിഞ്ഞപ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങളോട് 2 വാക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോസാണ്. മതിയടോ മതി. ഇനി നിങ്ങളുടെ കുറ്റപ്പെടുത്തലും കളിയാക്കലും പരിഹാസമൊന്നും കേൾക്കാൻ ആ മനുഷ്യനിനി ഭൂമിയിലില്ല. അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ച തണുത്തുറഞ്ഞ ഒരു ശരീരം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. നാളെ അതും മണ്ണിലടക്കപ്പെടും. നമ്മൾ എന്തറിഞ്ഞിട്ടാ
ഓരോ മനുഷ്യരെങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? മാനസികമായിട്ട് തകരുമ്പോൾ നമുക്കൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഈ ആക്സിഡൻ്റൊക്കെ അങ്ങനെ ആയിരിക്കാം. എന്നാണെങ്കിലും പരാതി പറയുന്നവരോട് നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ നമ്മളൊരാളെങ്ങനെ കുറ്റപ്പെടുത്തേണ്ട? ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ കുറിച്ച് നമുക്ക് എന്തറിയാനാ അല്ലേ? പിന്നെ പ്രതികരിക്കുന്നവരാണെങ്കിൽ, വാർത്ത കൊടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞിട്ട് അവരെ ക്രൂശിക്കാം അല്ലേ? ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാം, പക്ഷെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ട് നമ്മളിങ്ങനെ ട്രോളായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടെയുള്ള ഒരു വീഡിയോ ഏതോ ഒരാൾ ഇട്ടത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എത്ര സന്തോഷത്തിലാണ് അല്ലേ? തൻ്റെ ഉപ്പാൻ്റെ തോളത്ത് കൈയിട്ട് എൻ്റെ ഉപ്പാനെ കെട്ടിപ്പിടിച്ച് തൻ്റെ പിതാവിനെ ചേർത്ത് പിടിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തിൽ ചെയ്യുന്നതാണ്. അതിനൊന്നും കളിയാക്കാൻ പാടില്ലായിരുന്നു. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി. എന്നാണെങ്കിലും പരലോക വിജയികളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട ജുനൈദിനെയും ഉൾപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ റമദാൻ മാസത്തിൽ എനിക്ക് ചെയ്യാനുള്ളത്, എൻ്റെ പ്രാർത്ഥന.